BROയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് അപേക്ഷിക്കേണ്ടത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അപേക്ഷിക്കേണ്ട വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമുക്ക് നോക്കാം. സോ ഇവിടെ നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ വേക്കൻസി ആണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ ചോദിക്കുക. കാരണം ഞാൻ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോ, അതായത് അപേക്ഷ പൂരിപ്പിക്കുന്ന വീഡിയോ, ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുൻപ് ഒന്ന് എടുത്ത് നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ റിപ്ലൈ തരണം എന്നൊക്കെ പറഞ്ഞ് പലരും കമൻറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം വരുന്ന പുതിയൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ആദ്യം വരുന്ന എല്ലാ കമൻറ്റിനും റിപ്ലൈ കൊടുക്കാറുണ്ട്. കൃത്യമായിട്ട് ഓരോന്നിന് റിപ്ലൈ കൊടുക്കും. പിന്നീട് പുതിയൊരു വീഡിയോ വീണ്ടും അപ്ലോഡ് ആകും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, അതിന് ആരൊക്കെ സംശയം ചോദിച്ചോ അതൊക്കെ ആയിരിക്കും നോക്കുന്നത്. അതുകൊണ്ട് പുതിയ വീഡിയോക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻക്ലൂഡ് മുൻപ് ചെയ്തൊരു വീഡിയോ ആണെങ്കിൽ പോലും പുതുതായിട്ട് ഏതെങ്കിലും വീഡിയോ വന്നിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. എസ്പെഷ്യലി എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം കൂടി ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ യൂട്യൂബിൻ്റെ ക്രിയേറ്റർ ആപ്പ് ഉണ്ട്, നമുക്കായിട്ടുള്ളൊരു സ്പെഷ്യൽ ആപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഓൾമോസ്റ്റ് കുറേ പേരങ്ങ് ഉപയോഗിക്കുന്നുണ്ടാവും അത്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്ത പുതിയ വീഡിയോ ആയിരിക്കും ഏറ്റവും ടോപ്പിൽ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ കമൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സോ അതുകൊണ്ട് അങ്ങനെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്ന ചാൻസ് കൂടുതലായിരിക്കും. എല്ലാത്തിനും ഞാൻ കൃത്യമായിട്ട് റിപ്ലൈ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അതിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. മിനിമം +2 ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ നല്ലൊരു അവസരമായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് 21 മെയ് 2026 അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 4 ജൂലൈ 2026 ശ്രദ്ധിച്ചിരിക്കുക. ഒരു ഡേറ്റിന് മുൻഭാഗം അപേക്ഷിക്കുക. പിന്നെ നിങ്ങൾ ലക്ഷദ്വീപിലൊക്കെയുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവിടുന്ന് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ലക്ഷദ്വീപിലുള്ളവർക്ക് 19 ജൂലൈ വരെ അപേക്ഷിക്കാനുള്ള സമയവും നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. അപേക്ഷിക്കേണ്ട ഏജ് ലിമിറ്റ് പറയുന്നത് 18 to 27 വയസ്സ് വരെ അപേക്ഷിക്കാം. ജനറൽ കാറ്റഗറിക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധിയാണിത്. OBCക്ക് 3 വർഷ അളവുണ്ട്. SC STക്ക് 5 വർഷത്തെ അളവും കൂടി ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പം നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിലാണ്. നമ്മുടെ ആർമിയൊക്കെ ഇൻക്ലൂഡ് ആകുന്ന മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിലാണ്. ബോർഡർ റോഡ് ഓർഗനൈസേഷനിലേക്ക് ജനറൽ റിസർവ് എഞ്ചിനീയർ ഫോഴ്സിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ വിളിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വന്നിട്ടുള്ള പോസ്റ്റുകൾ എന്ന് പറയുന്നത് ട്രാക്സ്മാൻ, ഹിന്ദി ടൈപ്പിസ്റ്റ്, സ്റ്റോർ കീപ്പർ, ഓപ്പറേറ്റർ കമ്മ്യൂണിക്കേഷൻ, ഓപ്പറേഷൻ എക്സ്കവേറ്റിംഗ് മെഷീനറി, പിന്നെ ഇലക്ട്രീഷ്യൻ, ഈ പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ട്രാക്സ്മാൻ നോക്കുകയാണെങ്കിൽ +2 ആണ് പറഞ്ഞത്. സയൻസ് സബ്ജക്റ്റോട് കൂടി ഉണ്ടായിരിക്കണം. പിന്നെ ഹാവിംഗ് 2 years സർട്ടിഫിക്കറ്റ് ഇൻ ആർക്കിടെക്ചർ ഓർ ഡ്രാഗ്സ്മാൻഷിപ്പ്, ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റും കൂടി വേണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോസസ് 2 year നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഫോർ ഡ്രാഗ്സ്മാൻ സിവിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അത് +2ൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ. ഈ 2 ക്വാളിഫിക്കേഷനിൽ ഏതെങ്കിലും ഒന്ന് +2ൻ്റെ കൂടെ ഉണ്ടായാൽ മതി. താഴെ പറഞ്ഞ ഈ 2ൽ ഏതെങ്കിലും ഒന്ന്. പിന്നെ ഹിന്ദി ടൈപ്പിസ്റ്റാണ്, +2 ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ടൈപ്പിംഗ് സ്പീഡ് പറയുന്നത് കാണാൻ സാധിക്കും. 30 വേർഡ് പെർ മിനിറ്റിൽ ഹിന്ദി ഓൺ കമ്പ്യൂട്ടറിലാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ കാണാൻ സാധിക്കും. ഹിന്ദി ടൈപ്പിസ്റ്റാണ് പോസ്റ്റ്. അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ ടെക്നിക്കൽ പോസ്റ്റിന് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് +2 മാത്രമാണ്. മിനിമം ഒരു +2 മതി കേട്ടോ, +2 മതി. പിന്നെ ഹാവിംഗ് സ്റ്റോർ കീപ്പർ നോളജ് റിലേറ്റിംഗ് ടു വെഹിക്കിൾ ഓർ എഞ്ചിനീയറിംഗ് എക്യുപ്മെൻറ്റിലൊക്കെ ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും. അത് വേണം. നോളജ് മുൻഗണനയല്ല, നോളജ് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് വേണം. ഇതിൽ നോളജ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, ഒരു നോളജ് വേണം. അപേക്ഷിക്കാൻ യോഗ്യത +2 മാത്രം. മിനിമം +2 ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. എഞ്ചിനീയറിംഗിൽ ഒരു അറിവ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എഞ്ചിനീയറിംഗ് മീൻസ് റിലേറ്റഡ് ടു വെഹിക്കിൾസിലോ, അതായത് വാഹനത്തിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിലോ ഒക്കെയുള്ള അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിന് പ്രൊഫഷണലായിട്ടൊന്നും പഠിക്കണമെന്നൊന്നും പറയുന്നില്ല. അതുപോലെ ഡിസേബിൾ ആയിട്ടുള്ളൊരു യോഗ്യത പറയുന്നുണ്ട്. 3 year എക്സ്പീരിയൻസ് ഇൻ സ്റ്റോർ എസ്റ്റാബ്ലിഷ്മെൻറ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കും. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ പറയുന്ന ഈ ഒരു ഡിഫൻസിൽ നിന്നൊക്കെ ഉള്ള യോഗ്യത ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപേക്ഷിക്കാൻ +2 മാത്രം മതി. അതുപോലെ തന്നെ ഓപ്പറേറ്റർ കമ്മ്യൂണിക്കേഷൻ പോസ്റ്റാണ്. 10ാം ക്ലാസ്സും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വയർലെസ് ഓപ്പറേറ്റർ ഓർ റേഡിയോ മെക്കാനിക് സർട്ടിഫിക്കറ്റ് IT ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 10ാം ക്ലാസ്സിൻ്റെ കൂടെ ഡിഫൻസ് ട്രേഡ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഡിഫൻസിൽ നിന്നുള്ള ഈ ഒരു സർവീസിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ഇത് വേണമെന്ന് ശ്രദ്ധിക്കാം. പിന്നെ OEM ആണ്. OEM പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ് വേണം. അതിൻ്റെ കൂടെ തന്നെ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ആയിട്ട് ചോദിക്കുന്ന കാണാൻ സാധിക്കും. ഇനി അതില്ലാത്ത പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ ഡോസർ അല്ലെങ്കിൽ എക്സ്കവേറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ, ഡോസർ എന്ന് പറയുമ്പോൾ നമ്മുടെ JCB പോലുള്ള സംഭവമൊക്കെയാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിച്ചത്. പിന്നെ എക്സ്കവേറ്റർ എന്ന് പറയുന്ന ഇതൊക്കെ ഓടിക്കാൻ, അത് യൂസ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ടെങ്കിൽ, ലൈസൻസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ 6 month എക്സ്പീരിയൻസ് കൂടി ഇതിലുണ്ടായിരിക്കണം. ആ ഒരു മിനിമം 6 month ആണ് കേട്ടോ, അതുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ഈ ഒരു യോഗ്യതയാണെങ്കിലും മതി 10ാം ക്ലാസ്സിൻ്റെ കൂടെ. പിന്നെ ഇലക്ട്രീഷ്യൻ പോസ്റ്റാണ് 10ാം ക്ലാസ്സും. പിന്നെ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഓട്ടോ ഇലക്ട്രീഷ്യൻ ഫ്രം ITI ആണ് ചോദിച്ചത്. ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇവിടെ പറയുന്ന ഡിഫൻസിൻ്റെ ഈ ഒരു രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ യോഗ്യതയും അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് പറയാനുള്ളത്. സോ ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഞാൻ മുമ്പ് ചെയ്ത ആപ്ലിക്കേഷൻ എങ്ങനെ കൊടുക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്.
സോ അത് കണ്ടാൽ മതി. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് കേരളത്തിലുള്ളവർക്ക് എത്രയാണ്, സദേൺ പാർട്ട് കേരള ഇവിടെ എത്രയാണ് നമുക്ക് ഹൈറ്റ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും 157 സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 75 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം, 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം, പിന്നെ 50 കിലോഗ്രാമെങ്കിലും ഭാരം വേണം. സോ ഇതിനെ അപേക്ഷിക്കാനും കൂടുതൽ വിവരങ്ങൾക്കൊക്കെ ആയിട്ട് താഴെ ഞാൻ മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് കണ്ടാൽ മതി. താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കാണുക. ഓഫ്ലൈൻ ആയിട്ടാണ് കേട്ടോ അപേക്ഷിക്കേണ്ടത്. എങ്ങനെയാണ് ഓഫ്ലൈൻ അപേക്ഷ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ലിങ്ക് ഞാൻ താഴെ നൽകുന്നതായിരിക്കും. അതൊന്ന് ജസ്റ്റ് കണ്ടാൽ മാത്രം മതി.